സിൽവർ ലൈനിന് ബദലായി കേന്ദ്രത്തിന്റെ അതിവേഗ റെയിൽ ട്രാക്കിലേക്ക് നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയേക്കും. വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന് ചുമതല. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ചർച്ചയല്ല, ദേവസ്വം മന്ത്രിയുടെ രാജിയാണ് വേണ്ടതെന്ന് വി.ഡി. സതീശൻ. കട്ടത് അരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് ഭരണപക്ഷത്തിന്റെ മറുപാട്ട്. ശബരിമലയിൽ ദൈവത്തെ കൊള്ളയടിച്ചെന്ന് സുപ്രീം കോടതി. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് നിർണായക പരാമർശം. തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ട് കൊല്ലം വിജിലൻസ് കോടതി. മുരാരി ബാബുവിന്റെ ജാമ്യഹർജിയിൽ വിധി നാളെ. ശബരിമലയിലേത് വമ്പൻ സ്വർണ്ണക്കൊള്ളയെന്ന് SIT റിപ്പോർട്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം കവർന്നത് 1.5 കിലോ സ്വർണം. മറ്റ് ക്ഷേത്രങ്ങളിലെ സ്വർണവും സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ച് എന്ന് ED. തലസ്ഥാന നഗരിയിലെ സംഘർഷഭരിതമായി യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച്. കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ച് പോലീസ്. തുടർച്ചയായ കല്ലേറുമായി പ്രവർത്തകരുടെ പ്രകോപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് 2020 ഒപ്പം ചേർത്ത് BJP. NDAയിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനം നാളെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദിയുടെ വേദിയിൽ. വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിനുള്ള അംഗീകാരമെന്ന് രാജീവ് ചന്ദ്രശേഖർ. നിയമസഭയ്ക്ക് പുറത്തെ ഭരണപക്ഷ പ്രതിഷേധത്തെ KK ശൈലജ നയിച്ചതിനെ ചൊല്ലി രാഷ്ട്രീയ ചർച്ച. നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് നിരീക്ഷണം. LDF കാത്തുവെച്ച സർപ്രൈസോ എന്നും ചർച്ച. പോറ്റിയെ LDF കയറ്റിയത് ജയിലിലേക്കെന്ന് ശൈലജയുടെ പ്രതിരോധം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ. മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്ന് കുടുംബം തകർത്തു, മക്കളെ വേർപിരിച്ചു, മന്ത്രിസ്ഥാനം മടക്കി നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, ചതിച്ചതിനും ദ്രോഹിച്ചതിനും കണക്കില്ലെന്നും ആരോപണം. ഓസ്കറിനുള്ള മത്സരത്തിൽ ഇന്ത്യൻ ചിത്രം ഹോം ബൗണ്ടിന് നിരാശ. രാജ്യാന്തര സിനിമാ വിഭാഗത്തിൽ നാമനിർദ്ദേശം നേടാനായില്ല. 16 നോമിനേഷനുകളുമായി ഓസ്കറിൽ ചരിത്രമെഴുതി സിന്നസ്. ഡിക്കാപ്രിയോ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന് 13 നോമിനേഷനുകൾ. പുരസ്കാര പ്രഖ്യാപനം മാർച്ച് 15-ന്. ബഡ്സ് ഒളിമ്പിയ 2026 നാളെ തുടക്കമാകും. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പോലീസ് പരേഡ് സിന്തറ്റിക് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക. 14 ജില്ലകളിൽ നിന്നായി 380 കായിക താരങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം നിർവഹിച്ചു. തളിപ്പറമ്പ് MLA MV ഗോവിന്ദൻ അധ്യക്ഷനായി. ഫെബ്രുവരി 18, 19 തീയതികളിൽ കണ്ണൂർ ആന്തൂർ നഗരസഭയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കണ്ണൂർ DCC ഓഫീസിൽ നടന്ന പരിപാടി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല അധ്യക്ഷത വഹിച്ചു. ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന മികവുത്സവം സാക്ഷരതാ പരീക്ഷ ജനുവരി 25-ന് നടക്കും. സർവേയിൽ കണ്ടെത്തിയ 2156 പേർ പരീക്ഷ എഴുതും. ഇതിൽ 1639 പേർ സ്ത്രീകളും 517 പേർ പുരുഷന്മാരുമാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിച്ച ജെൻസി കണക്ട് യാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ പൊന്നാനി ഉറൂബ് നഗറിൽ സ്വീകരണം നൽകി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽഗാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം വിൻസി അലോഷ്യസ് മുഖ്യാതിഥിയായി. കോഴിക്കോട് ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ നടന്ന ലോകായുക്ത സിറ്റിംഗിൽ പരിഗണിച്ച 19 പരാതികളിൽ 3 തീർപ്പാക്കി. ഉപലോകായുക്ത ജസ്റ്റിസ് V ഷെർസി പരാതികൾ പരിഗണിച്ചു. അടുത്ത സിറ്റിംഗ് മാർച്ച് 26-ന് നടക്കും. കോഴിക്കോട് അരീക്കാട് മുണ്ടേപ്പാടത്ത് മാലിന്യത്തിന് തീപിടിച്ചു. ഹരിതകർമ്മസേന ശേഖരിച്ച് കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീപിടിച്ചത്. മീൻചന്തയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന തീ അണച്ചു. മാസങ്ങളോളം ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം ചാക്കുകളിലാക്കി കൂട്ടിയിട്ടിരിക്കുകയാണ്. AISF കേരള ലോ അക്കാദമി ലോ കോളേജിന്റെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം തിരികെ ശനിയാഴ്ച നടക്കും. ലോ അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും CPI സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം പരിപാടി ഉദ്ഘാടനം ചെയ്യും.
കുട്ടികൾക്ക് നെൽകൃഷി പഠിക്കാൻ അവസരമൊരുക്കി കണ്ണൂർ ചിറ്റടി LP സ്കൂൾ. വിത്തിടൽ, ട്രേ, ഞാറ്റടി തയ്യാറാക്കൽ, ഞാറുനടിയിൽ തുടങ്ങി നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ചെയ്യാൻ കുട്ടികൾക്ക് സ്കൂൾ അവസരമൊരുക്കി. പാടം കതിരണിഞ്ഞത് കാണാൻ അധ്യാപകരും വിദ്യാർത്ഥികളും പാടത്തെത്തി. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിന് അർഹരായ 1500 വിദ്യാർത്ഥികളുടെ പട്ടിക നോർക്ക പ്രസിദ്ധീകരിച്ചു. സ്കോളർഷിപ്പുകൾ ഫെബ്രുവരി 11 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൈമാറും. പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച 10,939 അപേക്ഷകരിൽ നിന്നുമാണ് അർഹരായവരെ കണ്ടെത്തിയത്. പാലക്കാട് പട്ടാമ്പി ശങ്കരമംഗലത്ത് KSRTC ബസ് ബൈക്കിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കൊപ്പം മണ്ണേങ്ങോട് സ്വദേശി 33-കാരൻ മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. പട്ടാമ്പി ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്നു KSRTC ബസും എതിരെ വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. എറണാകുളം കളമശ്ശേരിയിൽ ലഹരിവേട്ട. 19.97 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. എറണാകുളം സ്വദേശി ജോസഫ് ആന്റണി, കണ്ണൂർ സ്വദേശി ഇബ്രാഹിം ബാദുഷ എന്നിവർ ഡാൻസഫാണ് ഇവരെ പിടികൂടിയത്. തിരുവനന്തപുരം കിളിമാനൂരിൽ പള്ളിക്കലിൽ MDMA-യുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് പാരിപ്പള്ളി സ്വദേശി ഷേഖ് അഹമ്മദ്, മലപ്പുറം സ്വദേശി ഷാഫി എന്നിവർ. പള്ളിക്കലിൽ പുലർച്ചെ നടന്ന വാഹന പരിശോധനയിലാണ് പിടിയിലായത്. പെരുങ്കടവിളയിലെ പുതിയ ബഡ് സ്കൂൾ മന്ദിരം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത്. പിന്തുണയും സഹായവും നൽകി സമൂഹം ചേർത്ത് പിടിക്കേണ്ട വിഭാഗമെന്ന് ഭിന്നശേഷി കുട്ടികളെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. കോഴിക്കോട് BJP മാർച്ച് തടയാൻ പോലീസ് റോഡിനു കുറുകെയിട്ട വടത്തിൽ തട്ടിവീണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ഭാരത് പെട്രോൾ പമ്പിന് സമീപമാണ് സംഭവം. 2 ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് മാലിക് ദീനാർ കൾച്ചറൽ ഫോറം നൽകുന്ന 7ാമത് സയ്യിദ് വഹീറുൽ അഹ്ദൽ അവാർഡ് പ്രഖ്യാപിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദിർ മദനിക്കാണ് പുരസ്കാരം. പുരസ്കാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമ്മാനിക്കും. കിണറ്റിലാകപ്പെട്ട മധ്യവയസ്കന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷകരായി. കാസർഗോഡ് ചെങ്കള സ്വദേശി അബ്ദുൾ റഹ്മാനാണ് വീട്ടുമുറ്റത്തെ കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറ്റിൽ വീണത്. യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ യുവാവ് പിടിയിൽ. ബീജന്തടുക്കയിലെ അബ്ദുൽ ഖാദറിനെയാണ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം ആകാശമിഠായി നാളെ നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ലോകമെമ്പാടും വായനക്കാരുള്ള ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്കും ബഷീറിയൻ വായനകൾക്കും ചർച്ചകൾക്കും ആസ്വാദനത്തിനുമുള്ള വേദിയായി ആകാശമിഠായി മാറുമെന്നും മന്ത്രി. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം അംഗൻവാടിക്ക് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ. ഫോറസ്റ്റ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോട്ടയത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ. ഇളംകുളം വില്ലേജ് ഓഫീസർ വിഷ്ണുവിനെയാണ് പിടികൂടിയത്. സംസ്ഥാന സർക്കാർ തുടക്കമിട്ട കണക്ട് വർക്ക് പദ്ധതിയിൽ 9861 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങിയതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ബുധനാഴ്ചയാണ് പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് കേരളത്തിൽ. കോഴിക്കോടെത്തിയത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനായി. കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വിലക്കുന്നത് പരിഗണിച്ച ആന്ധ്രാപ്രദേശ് സർക്കാർ ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച തീരുമാനത്തെക്കുറിച്ച് പഠിക്കുകയാണെന്ന് മാനവ വിഭവശേഷി മന്ത്രി നാരാ ലോകേഷ് പറഞ്ഞു. രാജ്യത്തെ IIT-കളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 65 കുട്ടികൾ ജീവനൊടുക്കിയതായി റിപ്പോർട്ട്. പ്രതിവർഷം ശരാശരി 12 മുതൽ 13 വരെ വിദ്യാർത്ഥികൾ IIT ക്യാമ്പസുകളിൽ ജീവനൊടുക്കുന്നുവെന്നാണ് ഗ്ലോബൽ IIT അലുമിനി സപ്പോർട്ട് ഗ്രൂപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയിയുടെ തമിഴക വെട്രികഴകത്തിന് ചിഹ്നം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിസിൽ ചിഹ്നത്തിൽ TVK സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. വിജയ് ആവശ്യപ്പെട്ട 10 ചിഹ്നങ്ങളിൽ ഒന്നാണിത്. ഛത്തീസ്ഗഡിൽ സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 6 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. പതിവ് അറ്റകുറ്റപ്പണികൾക്കിടെ കൽക്കരി ബോയിലർ പൊട്ടിത്തെറിച്ചതായാണ് വിവരം. BJP-ക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. BJP-യുടെ എല്ലാ പദ്ധതികളും ഒരേ ലക്ഷ്യമാണ് പിന്തുടരുന്നത്. ഇന്ത്യയുടെ സമ്പത്തും ആസ്തികളും തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരുടെ കൈകളാണ് എന്നും രാഹുൽ.
കേരളത്തിനും തമിഴ്നാടിനും പിന്നാലെ കർണാടകയിലും സർക്കാർ ഗവർണർ പോരും മുറുകുന്നു. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ തവാർചന്ദ് ഗെഹ്ലോട്ട് നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പശ്ചിമബംഗാളിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള ബിജെപിയുടെ ബംഗാൾ സ്ട്രാറ്റജിക്ക് തുടക്കമിട്ട് ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് നീക്കം. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് നേരെ ബോംബ് ഭീഷണി. ഷിംലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. സ്വയം ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനൊരു ഏകാധിപതിയാണെന്നും ചിലപ്പോൾ നിങ്ങൾക്കൊരു ഏകാധിപതിയെ ആവശ്യമായി വരുമെന്നും ട്രംപ് പറഞ്ഞു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെതിരായ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട സമൻസുകൾ അവഗണിച്ചതിൽ മുൻ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ഭാര്യ ഹിലരി ക്ലിന്റൺ എന്നിവർക്കെതിരെ US കോൺഗ്രഷണൽ പാനൽ. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലുണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 സ്ത്രീകളും 1 പുരുഷനുമാണ് കൊല്ലപ്പെട്ടത്. കാർഗലിഗോ തടാകത്തിന് സമീപമാണ് വെടിവെപ്പുണ്ടായത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങിയ അമേരിക്ക 2025 ജനുവരി 20-ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാം തവണ പ്രസിഡന്റായി അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ പുറത്തു കടക്കുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരുമായി നല്ല ബന്ധമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഉച്ചകോടി വേദിയിലാണ് ട്രംപിന്റെ പ്രതികരണം. ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇറാനെതിരെ നടപടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ അവർക്ക് അത് സാധ്യമല്ല. അതിനായി എത്ര ശ്രമിച്ചാലും സാധിക്കില്ല എന്നവർ മനസ്സിലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ബംഗളൂരു കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കൊറിയൻ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. യുവതിയുടെ പരാതിയിൽ ഗ്രൗണ്ട് സ്റ്റാഫ് മുഹമ്മദ് അഫാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമാകും. 2024-ൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിച്ച ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണിത്. പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഗുൽപ്ലാസ മാളിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 61. ഇനിയും മരണസംഖ്യ ഉയരാമെന്ന് അധികൃതർ അറിയിച്ചു. വെനസ്വേലൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഉടൻ US സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. അമേരിക്കയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കുമെന്ന് ഡെൽസി റോഡ്രിഗസ് പറഞ്ഞു. ഗ്രീൻലൻഡിന്റെ കാര്യത്തിൽ ധാരണയ്ക്കുള്ള നീക്കം നടക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ നടന്ന ചർച്ച ഗുണപരമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഗാസ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ റഷ്യ സമ്മതം അറിയിച്ചതായി അവകാശപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിനെ താൻ ബോർഡ് ഓഫ് പീസിലേക്ക് ക്ഷണിച്ചതായും അദ്ദേഹം തന്റെ ക്ഷണം സ്വീകരിച്ചതായും ട്രംപ്. എമിറേറ്റിനെ ആരോഗ്യ നഗരമായി മാറ്റുന്നതിന് പുതിയ പദ്ധതികൾ ഒരുക്കി ഷാർജ. ആരോഗ്യ പ്രതിസന്ധികൾ, എമിറേറ്റിലെ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ എന്നിവ വിവിധ സർക്കാർ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പരിഹരിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം 1.94 കോടി യാത്രക്കാർക്ക് സേവനങ്ങൾ നൽകിയതായി അധികൃതർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 13.9% വളർച്ചാ നിരക്കാണ് കഴിഞ്ഞ മാസാവസാനത്തോടെ കൈവരിച്ചത് എന്ന് റിപ്പോർട്ട്. ടൂർ ഓഫ് ഒമാൻ 15ാം പതിപ്പിന്റെ വിശദാംശങ്ങൾ സാംസ്കാരിക കായിക യുവജനകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 6-ന് ആരംഭിക്കുന്ന സൈക്ലിംഗ് മത്സരത്തിൽ 18 അന്താരാഷ്ട്ര ടീമുകൾ പങ്കെടുക്കും. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് വീശുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വരും ദിവസങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന കടുത്ത തണുപ്പിന് മുന്നോടിയായാണ് ഈ മാറ്റമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ റമദാന് മുന്നോടിയായി പള്ളികൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇസ്ലാമിക് കാര്യ മന്ത്രാലയം. വിശ്വാസികൾക്ക് സുരക്ഷിതവും ആത്മീയവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കുലർ നൽകിയത്. ഒമാനിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കൃത്യസമയത്ത് ശമ്പളം ഉറപ്പാക്കുന്നതിനുമുള്ള വേതന സംരക്ഷണ സംവിധാനം മികച്ച രീതിയിൽ തുടരുന്നതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നിസാൻ മോട്ടോർ ഇന്ത്യ മാഗ്നൈറ്റിന് ശേഷം പുതിയ മിഡ് സൈഡ് SUV ആയ ടെക്ടൺ പുറത്തിറക്കാൻ ഒരുങ്ങുന്നു. വരാനിരിക്കുന്ന റെനോ ഡസ്റ്ററിന്റെ പ്ലാറ്റ്ഫോം പങ്കിടുന്ന ഈ വാഹനത്തിന് കരുത്തുറ്റ ഡിസൈനും പനോറമിക് സൺറൂഫ്, അഡാസ് പോലുള്ള ആധുനിക ഫീച്ചറുകളും ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്.
ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണിയിൽ വൻ ഇടിവുണ്ടായതായി റിപ്പോർട്ട്. ഫെസ്റ്റിവൽ സീസണിന് ശേഷം കയറ്റുമതി 7% കുറഞ്ഞ് 34.5 ദശലക്ഷം യൂണിറ്റിലെത്തി. ട്രയംഫ് തങ്ങളുടെ 2026 ട്രൈഡന്റ് 660, ടൈഗർ സ്പോർട്ട് 660 മോഡലുകൾ പുറത്തിറക്കി. പുതിയ കളർ ഓപ്ഷനുകൾ, മെച്ചപ്പെട്ട ഡിസൈൻ എന്നിവയ്ക്കൊപ്പം 95 HP പവറും 68 Nm ടോർക്കും നൽകുന്ന ശക്തമായ എഞ്ചിനാണ് ഈ ബൈക്കുകളുടെ പ്രധാന പ്രത്യേകത. വ്യാപാരം കുറഞ്ഞതും വിപണിയിലെ പ്രതിസന്ധിയും കാരണം ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ OnePlus ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ തള്ളി കമ്പനി. ടാറ്റ മോട്ടോഴ്സ് 7 മുതൽ 55 ടൺ വരെ ഭാരമുള്ള 17 ട്രക്കുകളുടെ അടുത്ത തലമുറ പുറത്തിറക്കി. വരുമാന സാധ്യത പരമാവധിയാക്കുമെന്നും ഉടമസ്ഥാവകാശത്തിന്റെ മൊത്തം ചെലവ് കുറയുമെന്നും വാഹനങ്ങളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച് കൂടുതൽ വിജയം നൽകുമെന്നും കമ്പനി ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ വിപണിയിൽ പ്രീമിയം ഫുൾ സൈസ് SUV സെഗ്മെന്റിൽ പുതിയ മോഡലിനെ അവതരിപ്പിക്കാൻ MG മോട്ടോർ. JSW MG മോട്ടോർ ഇന്ത്യ മജസ്റ്റർ SUVയുടെ ലോഞ്ച് 2026 ഫെബ്രുവരിയിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. വൈറ്റ് കോളർ ജോലികളുടെ നിലനിൽപ്പ് 4-5 വർഷത്തിനുള്ളിൽ അപകടത്തിലാകുമെന്ന് ബിൽ ഗേറ്റ്സ്. പലയിടത്തും നിർമ്മാണം ഉൾപ്പെടെ ഉള്ള പ്രവൃത്തികൾ AI സഹായത്തോടെയാണ് നടക്കുന്നതെന്നും സമൂഹത്തിൽ ഇത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ലോക ഇക്കണോമിക് ഫോറത്തിനിടെ അദ്ദേഹം പറഞ്ഞു. ഷവോമി തങ്ങളുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ 6 ലൈറ്റ് ആഗോള വിപണിയിൽ അവതരിപ്പിച്ചു. 25 കിലോമീറ്റർ റേഞ്ചും മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയുമുള്ള ഭാരം കുറഞ്ഞ സ്കൂട്ടർ ദൈനംദിന നഗരയാത്രകൾക്ക് അനുയോജ്യമായ ഫീച്ചറുകളോടെയാണ് വരുന്നത്. ജീപ്പ് ഇന്ത്യ മെറിഡിയൻ കോമ്പസ് മോഡലുകൾക്കായി ജീപ്പ് കോൺഫിഡൻസ് 7 എന്ന പുതിയ പ്രീമിയം ഉടമസ്ഥാവകാശ പദ്ധതി ആരംഭിച്ചു. 7 വർഷത്തെ വിപുലീകൃത വാറണ്ടി, അറ്റകുറ്റപ്പണി പാക്കേജ്, ഗ്യാരണ്ടീഡ് ബൈബാക്ക് സൗകര്യം എന്നിവ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു. പുതിയ 2026 സ്കോഡ കുഷാക് ഫേസ് ലിഫ്റ്റ് ഒടുവിലെത്തി. പ്രീ ബുക്കിംഗുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വില വിവരങ്ങൾ മാർച്ചിലായിരിക്കും പുറത്തുവരിക. മെച്ചപ്പെടുത്തിയ സ്റ്റൈലിംഗ്, പുതിയ ഫീച്ചറുകൾ, 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്നിവയാണ് പ്രധാന പ്രത്യേകത. വിമാന കമ്പനി വിലയ്ക്ക് വാങ്ങി സിഇഒയെ മാറ്റുമെന്ന ഭീഷണി മുഴക്കിയ ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്കിനെ പരിഹസിച്ച് റയാൻ എയർ സിഇഒ ലിയറി. മസ്കിന്റെ ഭീഷണി പുച്ഛിച്ചു തള്ളിയ ലിയറി റയാൻ എയറിന്റെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയരാൻ ഇരയാക്കിയതിന് മസ്കിന് നന്ദി പറഞ്ഞു. ആനന്ദ് അംബാനിയുടെ വാച്ച് കളക്ഷനിൽ ഇനി 13 കോടിയിലധികം രൂപ വിലമതിക്കുന്ന വൻ താര വാച്ചും ലക്ഷറി ബ്രാൻഡായ ജേക്കബ് ആൻഡ് കോ ആണ് കസ്റ്റം വാച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. 2020 ലോകകപ്പിൽ ബംഗ്ലാദേശ് കളിക്കില്ല. ഇന്ത്യയിലേക്ക് വരണമെന്ന ICCയുടെ അന്ത്യശാസനം തള്ളി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. ICC നിലപാട് മാറ്റണമെന്നും പോരാട്ടം തുടരുമെന്നും BCB. ഈസ്റ്റ് ബംഗാൾ ഇതിഹാസവും മുൻ ഇന്ത്യൻ പ്രതിരോധ താരവുമായ ഇലിയാസ് പാഷ അന്തരിച്ചു. അസുഖത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. 1990-ൽ പാഷയുടെ നായകത്വത്തിലാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറൻ കപ്പ്, IFA ഷീൽഡ്, റോവേഴ്സ് കപ്പ് എന്നിവ നേടിയത്. രഞ്ജി ട്രോഫിയിൽ വീണ്ടും തകർപ്പൻ സെഞ്ചുറിയുമായി സർഫറാസ് ഖാൻ. ഹൈദരാബാദിനെതിരായ സെഞ്ചുറി നേട്ടം ഏകദിന ശൈലിയിൽ. 82-3 എന്ന നിലയിൽ മുംബൈ തകർച്ച നേരിടുമ്പോഴാണ് സർഫറാസ് രക്ഷകനായത്. രഞ്ജി ട്രോഫിയിൽ മോശം പ്രകടനവുമായി ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ. പഞ്ചാബിനെ നയിക്കുന്ന ഗിൽ സൗരാഷ്ട്രയ്ക്കെതിരെ നേരിട്ട 2ാം പന്തിൽ 0-നായി മടങ്ങി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ചരിത്ര നേട്ടവുമായി ജലജ് സക്സേന. മഹാരാഷ്ട്രയ്ക്കെതിരെ 5 വിക്കറ്റ് നേട്ടത്തോടെ ഫസ്റ്റ് ക്ലാസിൽ 500 വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കി. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് ജയത്തുടക്കം. പഞ്ചാബിനെ 1-നെതിരെ 3 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിനെ പ്രശംസിച്ച് ശശി തരൂർ MP. പ്രധാനമന്ത്രിക്ക് ശേഷം ഏറ്റവും കഠിനമായ ജോലി ചെയ്യുന്ന വ്യക്തിയെന്നായിരുന്നു ഗംഭീറിനെ ശശി തരൂർ വിശേഷിപ്പിച്ചത്. ബിഗ് ബാഷ് ലീഗിലെ മോശം പ്രകടനങ്ങൾക്ക് പിന്നാലെ ടീം വിട്ട് പാക് താരം ബാബർ അസം. പാകിസ്ഥാൻ ദേശീയ ടീമിനൊപ്പം ചേരാനാണ് ബാബർ സിഡ്നി സിക്സേഴ്സിനോട് വിട പറഞ്ഞത്. 2020 ലോകകപ്പിന് മുൻപ് സഞ്ജുവിന് മുന്നറിയിപ്പുമായി മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര. സഞ്ജു ലോകകപ്പിൽ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെന്നും ഇഷാൻ കിഷൻ വലിയൊരു വെല്ലുവിളിയാണെന്നും ചോപ്രയുടെ മുന്നറിയിപ്പ്. ചാമ്പ്യൻസ് ലീഗിലെ തോൽവിക്ക് പിന്നാലെ ആരാധകർക്ക് ടിക്കറ്റ് നിരക്ക് തിരിച്ചു നൽകാനൊരുങ്ങി മാഞ്ചസ്റ്റർ സിറ്റി.
സിനിമാ ജീവിതത്തിലെ പരാജയത്തിന്റെ നാളുകളെയും അഭിനയത്തിൽ ഇടവേള വന്നതിനെക്കുറിച്ചും തുറന്നു പറഞ്ഞ നടൻ ജയറാം 2-3 ചിത്രങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ 2-3 ചിത്രങ്ങൾ പരാജയപ്പെടും, വീണ്ടും കഷ്ടപ്പെട്ട് വിജയത്തിലെത്തുമെന്നും ജയറാം. മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ക്ലാസിക് ഹിറ്റ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. FB പോസ്റ്റിലൂടെ മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി തന്നെയാണ് സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത്. ബോളിവുഡ് താരം ആമിർ ഖാനും ഗൗരി സ്പ്രാറ്റും വിവാഹിതരാകാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ. താൻ ഗൗരിയെ മനസ്സിൽ വിവാഹം ചെയ്തു കഴിഞ്ഞെന്നും വിവാഹം ഔപചാരികമാക്കണോ വേണ്ടയോ എന്നത് പിന്നീട് തീരുമാനിക്കുമെന്നും ആമിർ ഖാൻ. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് സമാനമായി വെർട്ടിക്കൽ വീഡിയോ ഫോർമാറ്റ് പരീക്ഷിക്കാൻ നെറ്റ്ഫ്ലിക്സ് കാഴ്ചക്കാരെ കൂടുതൽ സമയം പിടിച്ചിരുത്തുക എന്നതാണ് ലക്ഷ്യം. ജിത്തു ജോസഫ് ചിത്രം വലതുവശത്തെ കള്ളനിലെ ലെനയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. തെരേസ സാമുവൽ എന്ന കഥാപാത്രമായി ലെന എത്തുന്നുവെന്നതാണ് പ്രത്യേകത.